മാസങ്ങൾ നമുക്ക് എല്ലാവർക്കും അവധിക്കാലമാണ്. അവധി നമ്മൾ ആഘോഷിക്കുന്ന സമയമാണ്. എന്നാൽ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ബ്രദേഴ്സിന് ഇത് അധ്വാനത്തിൻ്റെ സമയമാണ്. ഇവിടെ കൈനടി വ്യാകുലമാതാ ദേവാലയത്തിൽ നമ്മുടെ ബ്രദേഴ്സ് ഒരുമിച്ച് കൂടി അവരുടെ വർക്ക് ക്യാമ്പ് സ്നേഹോത്സവം എന്ന പേരിൽ ആഘോഷമാക്കുകയാണ്. ഇവരിവിടെ ചെയ്തത് ഈ ഒരു ദേവാലയത്തോട് ചേർന്നൊരു സ്കൂളുണ്ട്. ആ സ്കൂള് പഴയ ഒരു കെട്ടിടം പൊളിച്ചു. ഒപ്പം ഇവിടുത്തെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് മനോഹരമായിട്ടുള്ളൊരു ഗ്രൗണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. ഈ ഒരു വർക്ക് ക്യാമ്പിൻ്റെ ഒരു പ്രത്യേകത, ഇത് ക്യാമ്പ് വർക്ക് മാത്രമല്ല ഇവർ ചെയ്യുന്നത്, പ്രാർത്ഥനയോടൊപ്പമുള്ള ഒരു ആഘോഷം കൂടിയാണ്. നമ്മുടെ ഈ പള്ളി ഇടവക 1900 ആരംഭിച്ച പള്ളിയായത്. ഇപ്പം 125 വർഷങ്ങൾ ഈ വർഷം പൂർത്തിയാക്കുകയാണ്. അപ്പോൾ അതായത് ശതോത്തര രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് കുറേയധികം പോരായ്മകൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഗ്രൗണ്ട് ഇല്ല എന്നുള്ളത് വലിയൊരു പരാധീനതയായിരുന്നു. നമ്മുടെ ഈ പ്രദേശം നമ്മൾ നികത്തിയെടുത്തപ്പോഴും അത് ഒരു ഗ്രൗണ്ടിൻ്റെ ഒരു രീതിയിലേക്ക് ആയിട്ടില്ലായിരുന്നു. ഇപ്പോൾ 80ഓളം ബ്രദേഴ്സ് ഇവിടെ വന്ന് ഈ ഒരു സാഹചര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വലിയ സഹായമായി ഇടവകയ്ക്ക് ചെയ്തു തന്നിരിക്കുന്നത്. സമയത്തെ വർക്ക് ക്യാമ്പാണ് ശരിക്കും വർക്ക് ക്യാമ്പ്. രാവിലെ 6 മണിക്ക് ഒരു കട്ടനും ഒരു ഏത്തക്കയും ഒരു മുട്ടയും കഴിച്ച് തുടങ്ങുന്നതാണ്. പണി എന്ന് പറഞ്ഞാൽ കട്ടിപ്പണിയാണ്. ഞങ്ങളുടെ വർക്ക് ക്യാമ്പിൻ്റെ ഓർമ്മയിൽ സ്കൂള് പൊളിച്ച് ഗ്രൗണ്ട് ലെവൽ ചെയ്തുകൊണ്ട്, കണ്ടെത്തി പണിയെടുത്തതുകൊണ്ട്, പാരിഷാൾ പണിതുകൊണ്ട്, അങ്ങനെ ഒത്തിരി വർക്ക്, വളരെ നല്ല ഓർമ്മകൾ. രാവിലെ പണി തുടങ്ങുന്നു, ഉച്ചവരെയുള്ള വർക്ക്, നല്ല ഇടയ്ക്കിടയ്ക്ക് നല്ല ഭക്ഷണം. പിന്നെ അന്നത്തെ ഒരു പ്രത്യേക ഇടവക്കാരെല്ലാം ഇങ്ങ് വരും, പല കൂട്ടായ്മ തിരിഞ്ഞും ആബാലവൃത്തം ജനങ്ങളും ഞങ്ങളുടെ കൂടെ പണിക്ക് വന്നു ചേരും. അത് നമുക്കൊരു ഒരു പ്രോത്സാഹനമാണ്, ഒരു കൂടുതൽ തീക്ഷ്ണതയോടെ പണിയെടുക്കാനും. പിന്നെ ഉച്ച കഴിഞ്ഞ് ഇച്ചിരി റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഹൗസ് വിസിറ്റിങ്ങിന് പോകുന്നു. പിന്നെ വർക്ക് ക്യാമ്പ് തീരുന്ന സമയത്തേക്ക് ഓരോ കൂട്ടായ്മ തിരിച്ചുള്ള പരിപാടികൾ പ്രദേശ കലാപരിപാടി അവതരിപ്പിക്കും. പിന്നെ അവരുടെ നാട്ടുകാരുടെ പരിപാടി അങ്ങനെ അന്നൊരു 10 ദിവസം 15 ദിവസമൊക്കെ നിൽക്കുന്ന നല്ല വർക്ക് ക്യാമ്പാണ്. ഭയങ്കര ഒരു കൂട്ടായ്മയുടെ ഒരു അനുഭവമാണ്. ഈ സ്നേഹോത്സവം എന്നുള്ള പേരൊക്കെ ശരിക്കും എനിക്ക് തോന്നുന്നു അന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ അത് നിറവേറപ്പെട്ട സ്നേഹത്തിനൊരു ഉത്സവം തന്നെയായിരുന്നു. ബ്രദറെ, എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരു വർക്ക് ക്യാമ്പ്? ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. കാരണം ഞങ്ങളുടെ ഈ ഒരു വർക്ക് മാത്രമല്ല ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ഈ നാടിനെ പരിചയപ്പെടുക, അതുപോലെ ഈ ഇടവക ജനങ്ങളെ അടുത്തറിയുക. ഞങ്ങൾ ഹൗസ് വിസിറ്റുകളുണ്ട്. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഓരോരോ കാരണങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുകയും ചെയ്യണം. അപ്പോൾ ഞങ്ങളെ ആത്മീയമായിട്ട് അധികം വളർത്തുന്ന ഒന്നാണ് തീർച്ചയായിട്ടും ഈ വർക്ക് ക്യാമ്പ്. ഇതൊരു കായികമായ വർക്കിനുപരിയായിട്ട് ഒരു കൂട്ടായ്മ വളർത്താനായിട്ട് ഒത്തിരി ഉപകാരപ്രദമാണ്. കാരണം ഞങ്ങൾ മൈനർ സെമിനാരിയിൽ ഒരുമിച്ച് പഠിച്ച ബാച്ചുകാർ പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് കൂടുകയും ഒരുമിച്ച് ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ ഈ വർക്ക് ക്യാമ്പിൽ വരുമ്പോഴാണ്. കട്ടച്ചിറ സെൻറ്റ് സേവിയേഴ്സ് പള്ളിയുടെ അവിടെ വെച്ച് വർക്ക് ക്യാമ്പ് നടക്കുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ലീഡറായിരുന്നു. ലീഡർ എന്ന നിലയിൽ നമുക്കറിയാം അതിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്വം. അഭിവന്യ പൗത്യപിതാവിൻ്റെ കാലത്താണ് ഇത് തുടങ്ങുന്നത്. അപ്പം പിതാവിന് വലിയൊരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. മണ്ണിനോട് ആ ഒരു സ്നേഹബന്ധം പുരോഹിതന്മാർക്കുണ്ടാകണമെന്ന്. പിതാവ് ഒരു ദീർഘവർഷത്തോട് തുടങ്ങി. ആദ്യകാലത്തൊക്കെ വഴിവെട്ടൊക്കെ ആയിരുന്നു. അന്ന് JCBയോ ഈ യന്ത്ര സംവിധാനങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കൈകൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നും 2025 ഡിസംബർ 2026 ജനുവരി മാസങ്ങളിലായിട്ട് പൗരോഹിത്യം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഡീക്കന്മാർക്കൊപ്പമാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. നമുക്ക് ഈ ഡീക്കന്മാരെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് നോബി പടമറ്റം, സ്ഥലം പുളുങ്ങുന്നാണ്. എൻ്റെ പേര് ജിബിൻ, വീട്ടുപേര് മടത്തിശ്ശേരി, എൻ്റെ സ്ഥലം അമ്പൂരി ഫൊറേനയിലുള്ള മായം. എൻ്റെ പേര് തോമസ്, വീട്ടുപേര് തേവറകാട്, കൈനഗിരിയാണ് സെൻറ്റ് മേരീസ്. കൈനഗിരി സെൻറ്റ് മേരീസാണ് എൻ്റെ ഇടവക. പേര് മാർട്ടിൻ, വീട്ടുപേര് നീളപ്പറമ്പിൽ, എൻ്റെ ഇടവക ആര്യാട്. എൻ്റെ പേര് ബിബിൻ, വീട്ടുപേര് പുത്തമ്പറമ്പിൽ, എൻ്റെ ഇടവക തത്തമ്പള്ളിയാണ്. എൻ്റെ പേര് യേശുദാസ്, വീട്ടുപേര് പൂനീച്ചിറ, ഇടവക കല്ലൂർക്കാട് ചമ്പക്കുളം. പേര് ജിതിൻ, വീട്ടുപേര് നമ്പിയത്ത്, പുനക്കുന്നശ്ശേരി, ഇടവക. എൻ്റെ പേര് സിൻജോ, വീട്ടുപേര് തുണ്ടിയിൽ, സ്ഥലം നെടുങ്ങുന്ന. എൻ്റെ പേര് ഡാരിൻ,
വീട്ടുപേര് തെങ്ങമ്പള്ളിയിൽ, പാരിഷ് നാലുകുടി. എൻ്റെ പേര് സോണി, വീട്ടുപേര് പുന്നൂർ പുത്തൻ പറമ്പിൽ, ഇടവക കരുവാറ്റ. എൻ്റെ പേര് എബിസൺ, വീട്ടുപേര് കുളങ്ങോട്ടിൽ, എൻ്റെ സ്ഥലം ആർപ്പുക്കര, പള്ളി ചെറുഷ്പം ഇടവകയാണ് ആർപ്പുക്കര. ഞങ്ങളുടെ ബാച്ചിൽ മൊത്തം 15 പേരാണുള്ളത്. അതിൽ ഇപ്പം 4 പേര് ഇവിടെ ഇല്ല, കാരണം ഒരാൾക്ക് നടുവേദന കാരണം ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ്. പിന്നെ 2 പേർ റൂമിലാണ്, പിന്നെ ഒരാൾ ഇറ്റാവയ്ക്ക് വേണ്ടി പഠിക്കുന്നു. ആകെ ഞങ്ങൾ 15 പേരാണ്. അപ്പോൾ 15 പേരാണ് ഈ വർഷം ചങ്ങനാശ്ശേരി അതിരൂപത വൈദിക ഗണത്തിലേക്ക് ഉയർത്തപ്പെടാൻ പോകുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. ഒപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ അവസാനത്തെ വർക്ക് ക്യാമ്പാണ് ആസ് എ സെമിനാരിയൻ. അപ്പം നിങ്ങളുടെ ഈ ഒരു വർക്ക് ക്യാമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ഒരു കുറേ നാളുകളായിട്ട് നിങ്ങൾ വർക്ക് ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സെമിനാരി ജീവിതം, ഈ സെമിനാരി ജീവിതത്തിൽ ഈ വർക്ക് ക്യാമ്പ് നിങ്ങളെ എത്രത്തോളം വളരാൻ സഹായിച്ചിട്ടുണ്ട്? ജീവിതത്തിൽ വളരെ സന്തോഷം നൽകുന്ന ഒരു സമയമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വർക്ക് ക്യാമ്പ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവധിക്കാലങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനും അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റ് സെമിനാറുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുമായിട്ടൊന്ന് പരിചയം പുതുക്കുവാനും മറ്റു ബാച്ചുകാരുമായിട്ടൊന്ന് ഇടപെടുവാനും പിന്നെ അച്ഛന്മാരെ ഒന്ന് കാണുവാനും പ്രത്യേകിച്ച് ഈ ഇടവക സമൂഹങ്ങളിലായിരിക്കുവാനും അവരുടെ കുടുംബങ്ങളിൽ സന്ദർശിക്കുവാനും അവരോട് ഇടപെടുവാനും അവരുടെ ജീവിതാവസ്ഥകളെ മനസ്സിലാക്കുവാനും ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു സമയമാണ് വർക്ക് ക്യാമ്പ്. 2 വർഷം നീണ്ട ഈ കൊറോണയുടെ കാലഘട്ടത്തിലും വെള്ളപ്പൊക്കം നിറഞ്ഞ സമയത്ത് ഒഴിച്ച് ബാക്കി എല്ലാ സമയങ്ങളിലും ചങ്ങനാശ്ശേരി അതിരൂപതയിൽ വർക്ക് ക്യാമ്പുകൾ വളരെ കാര്യക്ഷമമായി നടന്നിട്ടുണ്ട്. കഴിഞ്ഞ മുമ്പത്തെ വർഷം കൈനകരിപ്പള്ളിയിലായിരുന്നു അതായത് കൊറോണയ്ക്ക് ശേഷം നടക്കുന്നത് കൈനകരിപ്പള്ളിയിൽ വെച്ചായിരുന്നു. അതിനുശേഷം കരുവള്ളിക്കാട് കുരിശുമലയിൽ വെച്ചായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കൈനടി പള്ളി വെച്ചാണ്. ഈ വ്യാകുലമാത പള്ളിയിൽ വെച്ച് ഇപ്രകാരമുള്ള ഒരു വർക്ക് ക്യാമ്പ് സംഘടിപ്പിക്കുവാനും അതിൽ പങ്കെടുക്കുവാനും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ട്. കാരണം കുറച്ച് അഭിമാനത്തോടെ ഞങ്ങൾ പറയട്ടെ, ഇത് ഞങ്ങളുടെ നേതൃത്വത്തിൽ നടന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനേക്കാൾ ഉപരി ഈ ഇടവകയിൽ പ്രവർത്തിക്കുവാനും ഇവരുമായിട്ട് ഒന്ന് ജീവിക്കുവാനും ഇവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ ഞങ്ങൾക്ക് പങ്കുകാരാവാനൊക്കെ ഞങ്ങളെ സാധിച്ചു. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ അവസാനത്തെ വർക്ക് ക്യാമ്പാണ്. കാരണം ഇനിയൊരു അവസരം ഞങ്ങൾക്ക് ഒരു ശമാശനം എന്ന നിലയിൽ ഞങ്ങൾക്ക് ആർക്കും ലഭിക്കത്തില്ല. ഞങ്ങൾ ഓരോരുത്തരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ആയിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇത് തീരുകയാണ്, അതിൻ്റെ ഒരു വിഷമം കൊണ്ട്. എങ്കിൽ പോലും ഈ ഒരു സമയം വളരെ അപൂർവങ്ങളായിട്ട് ലഭിക്കുന്ന സമയമാണ്. കാരണം പല രൂപതകളിലും ഇങ്ങനെയൊരു സംവിധാനമില്ല. ഇപ്പം ചില രൂപതകളിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ചങ്ങനാശ്ശേരി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരം ഒരു അവസരം ഒരുക്കി തന്നത് അഭിവന്ദ്യ മാർ ജോസഫ് പൗതിപിതാവാണ്. പിതാവിനോടുള്ള സ്നേഹവും കടപ്പാടും ഞങ്ങൾ എപ്പോഴും ഓർക്കുന്നു. ഭാവിയിലുള്ള ശമാശന്മാർക്ക് ഇത് വളരെയധികം മുന്നോട്ട് നയിക്കുവാനും ജീവിതത്തിൽ വളരെ സന്തോഷത്തോടെ ഇങ്ങനെയുള്ള ചിലപ്പം സാഹചര്യങ്ങളൊന്നും അത്ര നല്ലതായിട്ട് ലഭിക്കണം നിർബന്ധമില്ല, കിടക്കകൾ ഉണ്ടാവണം നിർബന്ധമില്ല, നല്ല ബാത്റൂമുകളും ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നും ലഭിക്കണമെന്നില്ല. പക്ഷെ അതിലൊക്കെ എന്താ പറയുന്നത്, അതിലും ആവശ്യമാണ്. ഇങ്ങനെയും ജീവിച്ചു പോയി പരിവരുത്ത പ്രതലങ്ങളിലൂടെ മുന്നേറുമ്പോഴാണ് പൗരോഹിത്യത്തിൽ അപ്സ് ആൻഡ് ഡൗൺസുകൾ ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ നേരിടണമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം കൊണ്ട് ഓരോ വർക്ക് ക്യാമ്പുകളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ നാളെയുടെ പ്രതീക്ഷകളാണ്. താങ്ക് യു. അതുപോലെ തന്നെ ഇവർ 12 വർഷത്തെ ഒരു പൗരോഹിത്യ പരിശീലനമൊക്കെ കഴിഞ്ഞ് അവരുടെ ദൈവവിളി തിരിച്ചറിഞ്ഞ് ഇതാ പൗരോഹിത്യം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ബ്രദറെ, നമുക്കിപ്പോൾ ഈ ദൈവവിളി പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ്, കുട്ടികളെ മാതാപിതാക്കൾ തന്നെ നിരുത്സാഹപ്പെടുത്തുന്ന പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ദൈവവിളി അത് തിരിച്ചറിഞ്ഞ് ഇന്ന് ഈ 12 വർഷങ്ങൾ പൂർത്തിയാക്കി പൗരോഹിത്യം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ബ്രദറിന് എന്താണ് പറയാനുള്ളത്? ആക്ച്വലി എന്നെ സംബന്ധിച്ച് ഞാൻ ലേറ്റ് ഒക്കേഷനാണ്. 12 വർഷം എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ 8.5 വർഷം കൊണ്ടാണ് എൻ്റെ പൗരോഹിത്യ പരിശീലനം പൂർത്തിയാക്കാൻ പോകുന്നത്. ദൈവം അനുവദിച്ചാൽ ഈ ഡിസംബറിൽ ഒരു പട്ടം കൊണ്ട്. അപ്പം ലേറ്റ് വൊക്കേഷൻ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് സാധാരണ പിള്ളേരുടെ മാതാപിതാക്കൾ സാധാരണ ചോദിക്കുന്ന പോലെ എന്നോട് ചോദിച്ചിരുന്നു, നിനക്ക് വൈദികനാകാനൊക്കെ താല്പര്യം ഉണ്ടോ എന്നൊക്കെ പലരും എന്നോട് ചോദിച്ചിരുന്നു. പക്ഷേ എനിക്കപ്പോഴൊന്നും ഒരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ചങ്ങനാശ്ശേരി SP കോളേജിൽ BSc മാത്തമാറ്റിക്സ് ആയിരുന്നു പഠിച്ചപ്പോൾ SP കോളേജിലെ ആ ഒരു ജീവിതം എന്നെ നല്ല രീതിയിൽ സ്വാധീനിച്ചു. അവിടുത്തെ അച്ഛന്മാരുടെ ജീവിതമൊക്കെ വളരെ കാര്യമായിട്ട് എന്നെ സ്വാധീനിച്ചു. ഞാനപ്പോൾ ഇങ്ങനെ ഒരു പൗരോഹിത്യത്തിൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ മനസ്സിലിങ്ങനെ മുളയെടുത്തു. അപ്പോൾ ഞാൻ അച്ഛന്മാരോട് ചോദിച്ചപ്പം വീട്ടിലെ ഓരോ ഏകപുത്രനാണ് ഞാൻ, പിന്നെ എനിക്കൊരു സഹോദരി മാത്രമേ ഉള്ളൂ. അപ്പം അച്ഛന്മാർ പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം പിന്നെ ഞാൻ MCA പഠിച്ച ശേഷം കുറച്ച് നാൾ എറണാകുളത്ത് കാക്കനാട് ജോലി ചെയ്തു.
ജോലി ചെയ്ത ശേഷം ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പൗരോഹിത്യത്തെപ്പറ്റി കാര്യമായിട്ട് ചിന്തിച്ചു. അതിനുശേഷം ഞാൻ അച്ഛന്മാരോട് സംസാരിച്ചു കഴിഞ്ഞ് പിന്നെ വീട്ടിലും കാര്യം അവതരിപ്പിച്ചു. അപ്പം പപ്പായ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒരു ഏകപുത്രനായതുകൊണ്ട് വിടാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മമ്മിക്ക് സമ്മതമായിരുന്നു പൂർണ്ണം. അപ്പം ഞാൻ വളരെ ഹാപ്പിയാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പം ഇവിടെ ചങ്ങനാക്കുറിച്ചി മൈനർ സെമിനാറിലും നിരണത്തും വടവാതൂരും ഇപ്പോൾ ആലുവ മംഗലപ്പുഴ സെമിനാറിലുമായിട്ട് എൻ്റെ ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ വളരെ വളരെ ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ബ്രദറെ. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ചെറിയൊരു കാലയളവല്ല, ബ്രദർ പറഞ്ഞ പോലെ ഇപ്പോൾ 8.5 വർഷം 10 വർഷം 12 വർഷമൊക്കെ പഠിച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു സെമിനാരി ജീവിതം പൂർത്തിയാക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു സെമിനാരി ജീവിതം? ഈ ഒരു പലർക്കും സെമിനാരി ലൈഫ് എന്ന് പറയുമ്പോൾ പല വിചാരങ്ങളാണ്. നമ്മൾ പുറത്തുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ ഈ സെമിനാരി ജീവിതം ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും. എങ്ങനെയായിരുന്നു ഡീക്കൻ്റെ ഒരു സെമിനാരി ജീവിതം, ഈ 12 വർഷത്തെ ഒരു എക്സ്പീരിയൻസ്? 12 വർഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാ ലെവലിലും, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ലെവലിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ വളരെ സന്തോഷമാണ് ഓരോ വർഷം പിന്നിടും തോറും നമ്മൾ വളരുന്നത്. സെമിനാരി ഫോർമേറ്റേഴ്സ് നമുക്ക് കാണിച്ചു തരുമ്പം, അവർ റിപ്പോർട്ട് വഴി നമ്മളെ മനസ്സിലാക്കി തരുമ്പം നമ്മുടെ ജീവിതം എത്രത്തോളം മാറി മാറി വരുന്നു എന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നീട് 12 വർഷത്തെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ 12 വർഷത്തിൽ നമ്മൾ പഠിച്ചു തീർക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കണ്ടുമുട്ടുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മേജർ സെമിനാരി ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ബ്രദേഴ്സിനെ, അതും ഇന്ത്യയുടെ തന്നെ പല ഭാഗത്തു നിന്ന് വരുന്ന ബ്രദേഴ്സിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അവർ നമുക്ക് പകർന്നു തരുന്ന കുറേ ജീവിത ശൈലികൾ, ജീവിത മാതൃകകൾ, അതോടൊപ്പം തന്നെ ജീവിത നിയമങ്ങൾ, അത് നമ്മളെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും. പിന്നീട് നമ്മുടെ കൂടെയുള്ളവർ പോകുമ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരുന്ന ചില തിരുത്തലുകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെങ്ങനെ ആകരുതെന്ന് ചിലവർ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ നല്ല അച്ഛനാകാനായിട്ട് നമ്മൾ എന്തൊക്കെ കൂടുതൽ കൂട്ടിച്ചേർക്കണമെന്ന് അവർ പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ജീവിതത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനിയും പൗരോഹിത്യത്തിലേക്ക് കൂടുതലായിട്ട് അടുക്കുമ്പം ഈ 12 വർഷം ഒരുപാട് ഉപകാരപ്രദമാണ്. നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ, നമ്മളെക്കൊണ്ട് ഇത് പറ്റുമോ എന്ന് ചിന്തിക്കാൻ, നമ്മൾ എത്രത്തോളം നല്ലൊരു പുരോഹിതനായി തീരാൻ സാധിക്കുമെന്ന് നമുക്ക് തന്നെ ഒരു ഉറപ്പ് കിട്ടാൻ, അതോടൊപ്പം തന്നെ നമ്മൾ എത്തരത്തിലുള്ള വൈദികരായിട്ടാണ് പുറത്തോട്ട് പോകേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ഈ 12 വർഷം അനിവാര്യമാണെന്നാണ്. അതിന് വേണ്ടുന്ന എല്ലാം സെമിനാരി ഫോർമേഷൻ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി അത് ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ നല്ല ജീവിത മാതൃക നൽകിയ വൈദികർ, നല്ല പിതാക്കന്മാർ, സ്നേഹത്തോടെ ഞങ്ങളെ കണ്ട പിതാക്കന്മാർ എല്ലാവരും ഞങ്ങളെ വളർത്തുകയായിരുന്നു. ഞങ്ങൾക്കിപ്പോൾ ഉറപ്പുണ്ട് ഞങ്ങൾക്ക് നല്ല വൈദികരായിട്ട് 15 നല്ല വൈദികർ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് കിട്ടും എന്ന ഉറപ്പോടുകൂടി ഞങ്ങൾ ഈ 12 വർഷം പൂർത്തിയാക്കി മുന്നോട്ട് പോകുന്നു. ഞങ്ങൾക്കും ആ ഒരു സന്തോഷമാണ്. ഞങ്ങൾക്ക് ഈ വർഷം 15 നവവൈദികരെ ലഭിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ, പ്രാർത്ഥനാശംസകൾ നേരുകയാണ്.